കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ചോദ്യങ്ങൾ, അതായത് 2026 അവസാനം വരെ നടന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന കേരള ചരിത്രം മാത്രം ഉൾപ്പെടുന്ന പങ്ക്തിയാണിത്. പങ്ക്തിയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇനി 2-3 ക്ലാസ് കഴിഞ്ഞാൽ അതിലെ മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. അപ്പം നമ്മൾ മുഴുവൻ കാണുക. ഈ വരുന്ന എക്സാമിനൊക്കെ വളരെ ഗുണം ചെയ്യും. എക്സാം പാറ്റേൺ എന്താണ്, വരാൻ പോകുന്ന എക്സാം പാറ്റേൺ എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ SCRT ഭാഗങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇപ്പൊ വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ ഫെബ്രുവരി 2026 7-ാം തീയതി നടന്നൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്നിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം 1929 ആണ് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം വരുന്നത്. 1929 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം വരുന്നത്. 1929 മുതൽ 1958 വരെയാണ് അദ്ദേഹത്തിന്റെ കാലം. ഇനി കുളച്ചൽ യുദ്ധം നിങ്ങൾക്കറിയാം. 1729 മുതൽ 1758 വരെ. കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും, തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധമാണ്. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നുണ്ട്. ക്യാപ്റ്റൻ ഡിലനോയി അങ്ങനെ ഒടുക്കം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തിൽ ചേരുന്നുണ്ട്. തിരുവിതാംകൂർ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് കാരണമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയ് എന്താണ് വലിയ കപ്പിത്താൻ. മറ്റൊന്ന് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊന്ന് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം ഉണ്ടാകുന്നത് നിങ്ങൾ ഓർക്കണം, 1741 കുളച്ചൽ യുദ്ധം. ആ 1741 മുന്നേ 20 വർഷം മുമ്പെയാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടാകുന്നത്. 1721. ഈ ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപമാണ് എന്ന് കൂടി ഓർത്തിരിക്കണം. ആദ്യത്തെ സംഘടിത കലാപമാണ്. മറ്റൊന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് 1792 1792 എന്ന് പറഞ്ഞാൽ 1700കളുടെ അവസാനം വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതായത് 1791 കൊച്ചിയും ബ്രിട്ടീഷ് രാജ്യം തമ്മിലൊരു ഉടമ്പടി ഉണ്ടാകുന്നു. അതോടുകൂടി കൊച്ചി ബ്രിട്ടീഷ് അധീനതയിലാകുന്നു, എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുന്നു. 1792 ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. 1792 ആ ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ പ്രത്യേകത, അതോടുകൂടി ടിപ്പു സുൽത്താനിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ലഭിക്കുന്നു. അതോടുകൂടി മലബാറിന്റെ ഭരണം നേരിട്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുന്നു. അപ്പൊ കൊല്ലങ്ങൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 1791 കൊച്ചി ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി വെക്കുന്നത്. 1792 തൊട്ടടുത്ത വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ലഭിക്കുന്നത്. പിന്നെ 1795 ഈ 2 വർഷം നിങ്ങൾ ഓർത്തിരിക്കണം. 1795 1895 പ്രത്യേകത എന്താണ്? അതാണ് തിരുവിതാംകൂർ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി വെക്കുന്നു. അപ്പൊ ഈ 1790കളുടെ അവസാന കാലഘട്ടത്തിലാണ് കേരളം ആരുടെ കയ്യിലേക്ക് പോകുന്നത്? ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുന്നത്. നോക്കൂ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. പഴശ്ശിക്കലാപം അവിടെ നിന്നാണ് വരുന്നത്. 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നുണ്ട്. 1793 പഴശ്ശിക്കലാപം വരുന്നു. 1793 to 97 ആദ്യത്തെ പഴശ്ശിക്കലാപവും, പിന്നീട് 1800 മുതൽ 1805 വരെ രണ്ടാമത്തെ പഴശ്ശിക്കലാപവുമാണ്. അപ്പൊ അങ്ങനെ കാലഘടനയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ ഈ വർഷങ്ങൾ നമ്മുടെ അടുത്ത് ഓർക്കും. 1791 കൊച്ചി. അതിലെന്തോ ഓർത്തു വെക്കണം? 18ാം നൂറ്റാണ്ടിന്റെ അവസാനം. 18ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1700 തുടങ്ങുന്നതിനെയാണ് 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 1700 തുടങ്ങുന്ന അതിന്റെ അവസാനം 91 കൊച്ചിയുമായി ബ്രിട്ടീഷ് ഉടമ്പടി. തൊട്ടടുത്ത വർഷം 1792 മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി മൂലം. അപ്പൊ അവിടെ ഓർക്കുക, ശ്രീരംഗപട്ടണം ഉടമ്പടി മൂലം കിട്ടിയതിന് ശേഷമാണ് 1793 പഴശ്ശിക്കലാപം ഉണ്ടാകുന്നത്. 1793 മുതൽ 97 വരെ ആദ്യം 4 വർഷം. പിന്നീട് അടുത്തത് 1800 മുതൽ 1805 വരെ. പിന്നീട് നോക്കൂ, ഈ പഴശ്ശിക്കലാപത്തിന് ശേഷമാണ് കുറിച്യ കലാപം ഉണ്ടാകുന്നത്. അത് 1812 ഇങ്ങനെ നിങ്ങൾക്ക്
കാലഗണന ചരിത്രബോധം ഉണ്ടായിരിക്കണം. അപ്പൊ 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. അതോടുകൂടിയാണ് ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്നത്. ആ 57 ശേഷം 97 ആകുമ്പോഴേക്കും 91 ആകുമ്പോഴേക്കും ഒരു കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങി അല്ലെ. അപ്പോ ഇവിടെ ഏതായിരിക്കും? ഇപ്പൊ നമുക്കറിയാം ഇതില് ആറ്റിങ്ങൽ കലാപമാണ് ആർക്ക് മുന്നേ തന്നെ തുടങ്ങുന്നത്? മറ്റേ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നേ തന്നെ തുടങ്ങുന്നതാണ് ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അത് നിങ്ങൾ 5 തെങ്ങ് എന്നാണ് വരേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് 5 തെങ്ങാണ്. 5 തെങ്ങ് നടക്കുന്നത് 1597. സോ ഇവിടെ ആദ്യം ഒരു ആറ്റിങ്ങൽ കലാപമാണല്ലോ 1721. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം, അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ഏറ്റവും അവസാനമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വരിക. അപ്പൊ 3-ൽ തുടങ്ങണം, 4-ൽ അവസാനിക്കണം. അങ്ങനെ 3-ലും 4-ലും 3-ൽ തുടങ്ങി 4-ൽ അവസാനിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അത് കഴിഞ്ഞാൽ 3 എന്ത് വരുന്നു? ആറ്റിങ്ങൽ കലാപം, പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോപണം, പിന്നെ കുളച്ചൽ യുദ്ധം, അവസാനം ശ്രീരംഗപട്ടണം ഉടമ്പടി. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടൊക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും കേട്ടോ. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ഒരു ഡെയിലി പ്ലാനിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ വരുമ്പോൾ ഇതിന്റെ എക്സാം, ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് നടത്താനൊക്കെ പറ്റും. അപ്പൊ ഇനി നോക്കൂ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മിനിറ്റ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഏതാണ്? കൊല്ലം. ഓർത്തിരിക്കണം, 1721. എന്തിനു മുമ്പ്? 1741 കൊളച്ചൽ യുദ്ധത്തിന് 20 വർഷം മുമ്പ്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധമാണ് 1721 ആറ്റിങ്ങൽ കലാപം എന്നും. അതിൽ വധിക്കപ്പെട്ട ഒരാളാണ് കേണൽ ഗഫോർഡ്. കേണൽ ഗ്രിഫോർഡ് അടക്കം 150ഓളം ബ്രിട്ടീഷുകാരാണ് കൊല ചെയ്യപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപത്തിൽ, ഓർക്കണം. എന്നാൽ 1597 5 തെങ്ങ് കലാപമാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ 5 തെങ്ങ് ആക്രമിക്കപ്പെടുന്നുണ്ട് 1697. 1697 ആണ്. 1721 ആറ്റിങ്ങൽ കലാപം. അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ. അതേസമയം ആദ്യത്തെ കലാപം എന്ന് പറഞ്ഞാൽ 5 തെങ്ങ്. ഇനി നമുക്ക് ശ്രീരംഗപട്ടണം ഉടമ്പടി. നമുക്കറിയാം, ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ നേരിട്ട് കിട്ടാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ്. അത് 1792. എന്നാൽ 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നുണ്ട്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. അങ്ങനെ ഡച്ച് സൈന്യം പരാജയപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു നാട്ടുരാജാവ് തോൽപ്പിക്കുകയാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി മാത്രമല്ല, അതിൽ ഡച്ച് സൈന്യാധിപനായിട്ടുള്ള നമുക്കറിയാം, ഡച്ച് സൈന്യാധിപൻ പിന്നീട് ആരോടൊപ്പം ഡിലനോയ് ആരോടൊപ്പം ചേരുന്നു? തിരുവിതാംകൂറിനൊപ്പം ചേരുകയും തിരുവിതാംകൂറിലെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് കാരണമാവുകയും അദ്ദേഹം വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. അതിന്റെ തൊട്ടു മുന്നത്തെ വർഷമാണ് 1791 കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഉടമ്പടി. കൊച്ചിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉടമ്പടി. പിന്നെ 1795 അത് തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ്. 1793 നോക്കൂ, 92 ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു. തൊട്ടടുത്ത വർഷം 1793 പഴശ്ശിക്കലാപം 1, 1793 മുതൽ 1797 വരെ. പിന്നെ രണ്ടാം പഴശ്ശിക്കലാപം വരുന്നത് 1800 മുതൽ 1805 വരെയാണ്. ഈ പഴശ്ശിക്കലാപത്തിന് ശേഷം പിന്നെ വരുന്നതാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപമാണ്. ഉത്തരേന്ത്യയിൽ ഒട്ടനവധി ഗോത്രവർഗ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. അത് 1805 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞ് 1812 കുറിച്യരും കുറുമ്പരുമാണ് ഇതിൽ ചേരുന്നത്. രാമനമ്പിയാണ് ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത്. അതായത്
അവിടുത്തെ കലക്ടറായിട്ടുള്ള തോമസ് വാർഡൻ ഏർപ്പെടുത്തിയ അധിക നികുതിയാണ്. ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒറ്റയാൻ പോരാട്ടങ്ങൾ, അതായത് ഒരു ചെറിയ പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പോരാട്ടങ്ങളിലൊക്കെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതി എന്ന് എഴുതുക. ഓർമ്മിച്ചു വെച്ചോളൂ. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഏതായിരിക്കും? ബ്രിട്ടീഷുകാരുടെ ഉയർന്ന മലബാർ കലാപം, ബ്രിട്ടീഷുകാരുടെ നികുതിക്കെതിരെ, അതുപോലെ തന്നെ പഴശ്ശിക്കലാപം, അതിലും ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കുറിച്ച കലാപത്തിലാണെങ്കിലും സന്താൽ കലാപത്തിലാണെങ്കിലും അങ്ങനെയുള്ള കലാപങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. ഓക്കെ, അപ്പോ ആ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. അതൊക്കെ നന്നായി പഠിക്കുക, സ്ഥിരം കാണുക. നമ്മളിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, SCERT ഫാക്ട്സ്, കണക്റ്റഡ് ഫാക്ട്സ് ആണ്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആര്? നോക്കൂ, ഇങ്ങനെ ഈ ഇമ്മാനുവൽ കോട്ട, സെന്റ് തോമസ് കോട്ട എന്നൊക്കെ പറഞ്ഞാൽ, ഇമ്മാനുവൽ കോട്ടയെ തന്നെയാണ് മാനുവൽ കോട്ട എന്നൊക്കെ പറയുക. ഇത്തരം കോട്ടകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് കോട്ടയും പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. സെന്റ് തോമസ് കോട്ട പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെന്റ് ജോർജ് കോട്ട, ഇപ്പൊ നോക്കൂ, ജോർജ് ആറാമൻ എന്നൊക്കെയല്ലേ ബ്രിട്ടീഷ് ചക്രവർത്തിയെ പറയാ. അപ്പൊ സെന്റ് ജോർജ് കോട്ട എന്ന് കേട്ടാൽ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക. അത് മദ്രാസിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ആദ്യത്തെ കോട്ടയാണ്. ഏത് കോട്ട? സെന്റ് ജോർജ് കോട്ട എന്ന് പറയുന്നത്. അതേസമയം സെന്റ് തോമസ് കോട്ട എന്ന് പറയുന്നതും ഇമ്മാനുവൽ കോട്ട എന്ന് പറയുന്നതും പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചില കോട്ടകൾ പരീക്ഷയ്ക്ക് വരാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ പോർച്ചുഗീസുകാരാണ് ഉത്തരം. ഇപ്പൊ യൂറോപ്യൻ കോട്ടകളുടെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, യൂറോപ്യൻ കോട്ടകളിൽ ആദ്യം പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടത് നോക്കൂ. മാനുവൽ കോട്ട, ഇമ്മാനുവൽ കോട്ട 1503 കാരണം 1498 തന്നെ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തുന്നുണ്ട് അല്ലെ. 1503 മാനുവൽ കോട്ട അഥവാ ഇമ്മാനുവൽ കോട്ട, അതിന് ഒട്ടനവധി പേരുണ്ട്. കൊച്ചിക്കോട്ട, അത് കൊച്ചിയിലാണ് നിർമ്മിക്കുന്നത്. അൽബുക്കർക്കാണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് കൂടി ഓർക്കണം കേട്ടോ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ കോട്ട സെന്റ് ജോർജ് കോട്ടയാണ്. അത് മദ്രാസിലാണ്. ഈ മാനുവൽ കോട്ടയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഈ ആദ്യ യൂറോപ്യൻ കോട്ടയ്ക്ക് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ പറയും. ഇനി സെന്റ് തോമസ് കോട്ടയും അതുപോലെ തന്നെ മാനുവൽ, തോമസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ആഞ്ചലോസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരുടേതാണ്. എന്നാൽ സെന്റ് ജോർജ് ആരുടേതാണ്? ബ്രിട്ടീഷുകാരുടേതാണ്. അങ്ങനെ ഓർത്തിരിക്കാമല്ലോ. അപ്പോ കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ടയുണ്ട്, സെന്റ് തോമസ് കോട്ടയുണ്ട്, മാനുവൽ കോട്ടയുണ്ട്. എന്നാൽ സെന്റ് ജോർജ് കോട്ട ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി, സിമ്പിൾ ആണല്ലേ. ഇനി കോട്ടപ്പുറം കോട്ട, കണ്ണൂർ കോട്ട, കോട്ടപ്പുറം കോട്ട എന്നൊക്കെ പറയുമ്പോൾ അത് എവിടേക്ക് തന്നെ കണ്ണൂര്, കോട്ടപ്പുറം, ഇതൊക്കെ നമുക്ക്. അതുപോലെ മട്ടാഞ്ചേരി കൊട്ടാരവും ബ്രിട്ടീഷുകാരാണ്, അല്ല പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിക്കുന്നത്. പക്ഷെ ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഡച്ചുകാരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ മട്ടാഞ്ചേരി കൊട്ടാരം അഥവാ ഡച്ച് കൊട്ടാരം, ഇതൊക്കെ ആരുടെ കയ്യിലാണ്? പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. ഇനി ഡച്ചുകാരുണ്ടാക്കിയ കോട്ടകളുണ്ട്. ആ ഡച്ചുകാർ ഉണ്ടാക്കിയ കോട്ടകളാണ് ചേറ്റുവ കോട്ട, ബോൾഗാട്ടി കൊട്ടാരം. ഇതൊക്കെ ആ കൊട്ടാരത്തിന്റെ പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. അതേസമയം ഇവിടെയൊക്കെ പേരുണ്ട്. മാനുവൽ ഉണ്ട്, സെന്റ് തോമസ് ഉണ്ട്, സെന്റ് ആഞ്ചലോസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടൗണുകളാണ് കണ്ണൂര്, അതുപോലെ തന്നെ കോട്ടപ്പുറം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ നോക്കൂ കൊച്ചി. അതൊക്കെ പറയുമ്പോ ഇതിൽ പറങ്കിക്കോട്ട എന്നും സെന്റ് തോമസിനെ പറയും. പിന്നെ പറങ്കിക്കോട്ട ആരാ പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് പറയുന്ന പേരാണ് പറങ്കികൾ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. എന്നാൽ ഈ ഡച്ചുകാരിലെ ചേറ്റുവ, ബോൾഗാട്ടി കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ പേരിൽ നിന്നാണ്, അല്ലെങ്കിൽ ആളുകളുടെ പേരിൽ സെന്റ് തോമസോ അല്ലെങ്കിൽ മാനുവലോ സെന്റ് ആഞ്ചലോസ് എന്നൊന്നും വരുന്നില്ല. പിന്നെ ആകെ ഒരു സെന്റ് വരുന്നത് സെന്റ് ജോർജ് കോട്ടയാണ്. അത് നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയാണ്. മറ്റൊന്ന് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെയാണല്ലോ. അഞ്ചുതെങ്ങ് കോട്ട 1695 കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയാണ്. 1697 നോക്കൂ, 1695 തൊട്ടടുത്ത 2 വർഷം കഴിയുമ്പോഴേക്ക് 1697 അഞ്ചുതെങ്ങ് കലാപം, കേരളത്തിലെ ആദ്യത്തെ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപം. എന്നാൽ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ 1721 ഏത് കലാപമാണ്? 1721 ആറ്റിങ്ങൽ കലാപം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ പരീക്ഷകളിൽ തന്നെ വന്ന അടുത്ത കാലത്തായിട്ട് വന്ന ഒരു ചോദ്യമാണ് ഉദയം പേരൂർ സിന്നഹദോസ്. 1599
ഈ ഉദയംപേരൂർ സുന്നഹദോസും കൂനൻ കുരിശ് സത്യാഗ്രഹവും ഒന്നിച്ചോർമ്മിച്ചു വയ്ക്കും. എന്താണ് ഈ ഉദയംപേരൂർ സുന്നഹദോസ്? ഈ പോർച്ചുഗീസുകാര് കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമയുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി നടത്തിയ ഒന്നാണ് ഉദയംപേരൂർ സിന്നദോസ്. അലക്സ് ഡി മെനസിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹം വന്ന് എവിടെയാണ് അദ്ദേഹം അന്ന് ഡച്ചുകാരുടെ വലിയ മിഷണറിയാണ്. അപ്പൊ അലക്സ് ഡി മെനസിന്റെ അധ്യക്ഷതയിൽ കേരള ക്രൈസ്തവരെ റോമിനോട് ചേർക്കാൻ നടത്തിയ സമ്മേളനമാണ് 1599 ഉദയംപേരൂർ. അപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അത് പിടിച്ചില്ല. അവരുടെ നിലവിലുള്ള ആചാരങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഈ റോമയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെതിരെ നടന്ന വലിയൊരു പ്രക്ഷോഭമാണ് 1653 ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം 1653 ഏതാണ് കൂനൻ കുരിശ് സത്യാഗ്രഹം. ഇത് രണ്ടും ചോദിക്കാറുണ്ട്, കൊല്ലങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നോക്കൂ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്ച കലാപം ഞാൻ നേരത്തെ പറഞ്ഞു 1812 പഴശ്ശിക്കലാപം 1797 മുതൽ 1805 വരെയാണ്. ഇനി വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നമ്മൾ പലതവണ ആവർത്തിച്ചു കൊണ്ട് എത്ര പ്രാവശ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായില്ലേ? വൈക്കം സത്യാഗ്രഹം 1924 അതിന് തൊട്ട് മുന്നത്തെ ഒരു കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1923. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനം. ഏതാണ് ആ കോൺഗ്രസ് സമ്മേളനം? കാക്കിനാട കോൺഗ്രസ് സമ്മേളനം. എന്താണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലുള്ള പ്രത്യേകത? കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത്. ആരാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത്? ടി കെ മാധവനാണ്. ആരാണ്? ടി കെ മാധവൻ. ആ ടി കെ മാധവൻ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്. കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ 1923 ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ദളിതരായിട്ടുള്ള ആളുകൾക്ക് കൂടി പൊതുവഴിയിൽ കൂടി നടക്കുന്നതിനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവും ടി കെ മാധവനാണ്, ഓർക്കുക. പിന്നൊന്നാണ് അത് 1924. മറ്റൊന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം 1936 എന്നാ നടക്കുന്നത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. 1936 നവംബർ 12. ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 2 സവർണ ജാഥകൾ നടക്കുന്നുണ്ട്. ഒന്ന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അത് നടന്ന സമയം എന്ന് പറയുന്നത് 1924 നവംബർ 1 മുതൽ നവംബർ 12 വരെയാണ്. ആ നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ആ നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ഇനി നവംബർ 12 പ്രത്യേകത നോക്കൂ. നവംബർ എന്ന് പറഞ്ഞാൽ 11ാമത്തെ മാസമാണ്. 12 എന്ന് പറഞ്ഞാൽ ആ തീയതിയുമാണ്. 11-12 എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആരംഭിച്ച മലയാള വർഷമാണ്. അപ്പൊ മലയാള വർഷം ചോദിക്കാറുണ്ട്. തുലാമാസത്തിലാണ്, 27-ാം തീയതിയാണ്. പക്ഷെ അതിലെ വർഷം ഓർക്കാൻ നമുക്കറിയും. ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് നവംബർ 12 അപ്പൊ 11 നവംബർ മാസത്തിന്റെ 11 തീയതി 12 11-12. ആ 12 നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സവർണ ജാഥ ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് 1924 നവംബർ 1 മുതൽ നവംബർ 12 വരെയാണ്. ആ നവംബർ 12 ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നർത്ഥം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴായിരുന്നു? ഞാൻ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ 100ാം വർഷം എന്ന് പറയുന്നത് എന്നായിരിക്കും? അതിന്റെ 100ാം വർഷം എന്ന് പറയുന്നത് മാർച്ച് 30, 2024 ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ വൈക്കം സത്യാഗ്രഹം ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട പല സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നടന്ന ഐത്തോച്ചാടന സമരമാണ്. മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനം 1923 ആദ്യമായിട്ട് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളിയായ ടി കെ മാധവൻ തന്നെയാണ് ഇതിന്റെയും നേതാവ്. ഇതിന്റെ 100ാം വാർഷികം 2024 മാർച്ച് 30 വരെയാണ്. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് ഒരു നവംബർ മാസത്തിലാണ്. പിറ്റേ വർഷം നവംബർ മാസത്തിൽ തന്നെയാണ്
1925 നവംബർ 23-നാണ്. ഓക്കെ, അടുത്തത് സവർണജാഥ. അതുമായി ബന്ധപ്പെട്ട സവർണജാഥ, 2 സവർണജാഥകൾ നടക്കുന്നുണ്ട്. ഒരു സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കത്ത് നിന്ന് എവിടേക്ക്? അത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അത് 1924 നവംബർ 1 ആരംഭിക്കുകയും നവംബർ 12 അവസാനിക്കുകയും ചെയ്തു. ഇനി നാഗർകോവിലിൽ നിന്ന് മറ്റൊരു ജാഥ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നാഗർകോവിലിൽ നിന്ന് മറ്റൊരു ജാഥയുണ്ട്. അത് NE നായിഡുവിന്റെ നേതൃത്വത്തിലാണ്. അത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന ആളെയും കൂടി ഓർമ്മണം. ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12-നാണ്. അതിന്റെ മലയാള വർഷം ഞാൻ നേരത്തെ പറഞ്ഞു, 11/12/1112, തുലാം 27-നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടു, ഉദയം പേരൂർ സെന്നോഹദോസ് എന്ന് പറഞ്ഞാൽ റോമയുടെ നേതൃത്വത്തിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൊണ്ടുവരാൻ നടത്തിയ സംഭവമാണ്. ഉദയം പേരൂർ സെന്നോഹദോസ് നടക്കുന്നത് 1599-ലാണ്. പിന്നീട് ഇത് പോർച്ചുഗീസുകാരാണ് ഈ ശ്രമം നടത്തുന്നത്. പോർച്ചുഗീസ് അവർ നടത്തിയ ഈ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ നിർബന്ധിതമായി ഇങ്ങനെ നടത്തിയതിലൂടെ ഈ ക്രിസ്ത്യാനികൾ പിന്നീട് പോർച്ചുഗീസുകാർക്കെതിരെ, അതല്ലെങ്കിൽ തങ്ങളുടെ തനതായ ഈ സുറിയാനി മാർത്തോമ ക്രിസ്ത്യാനികൾ അവരുടേതായിട്ടുള്ള ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടമാണ് കൂനൻ കുരിശ് സത്യാഗ്രഹം. അത് 1653 ഓർത്തിരിക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്? പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. ആറ്റിങ്ങൽ കലാപം നമ്മൾ നേരത്തെ പഠിച്ചു. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721. അത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. കുരിച്ച കലാപം 1812 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഏക ഗോത്രവർഗ കലാപമാണ്. അതും ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. പിന്നെ ഏതാ? കൊളച്ചൽ യുദ്ധമാണ്. 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആര്? തിരുവിതാംകൂർ, മാർത്താണ്ഡവർമ്മ. അത് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ കൊളച്ചൽ യുദ്ധമാണെന്നാണ് ആൻസർ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സംഗീതം എന്ന് കേട്ടാൽ നിങ്ങൾക്ക് സ്വാതി തിരുനാളിനെ തന്നെത്താൻ ഓർമ്മ വരല്ലോ. അപ്പൊ ഇവിടുത്തെ ഉത്തരം സ്വാതി തിരുനാൾ എന്നാണ്. ഏതാണ് ഉത്തരം? സ്വാതി തിരുനാൾ എന്നാണ്. അപ്പൊ ധർമ്മരാജ ഉണ്ടത് കിഴവൻ രാജ എന്നറിയപ്പെടും. ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയാണ്. മാർത്താണ്ഡവർമ്മ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാർത്താണ്ഡവർമ്മ നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. ഇനി നോക്കൂ, തിരുവിതാംകൂറിന്റെ ശില്പികൾ എന്ന് അറിയപ്പെടുന്നത് ഒന്ന് മാർത്താണ്ഡവർമ്മയാണ്. 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1741 അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. 29നോട് 12 കൂട്ടിയാൽ 41 കിട്ടുകയെ, 41നോട് 17 കൂട്ടിയാൽ 58 കിട്ടും. 12, 17, 29 കൊല്ലങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 1729 അതിന്റെ ഇരട്ടി 1758. ഇതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാത്രമല്ല, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ബിസ്മാർക്ക്, തിരുവിതാംകൂറിന്റെ അശോകൻ, ആ രാജാക്കന്മാരുടെ തിരുവിതാംകൂറിന്റെ മറ്റു പല രാജാക്കന്മാരുടെയും പേര് പറഞ്ഞുകൊണ്ട് അശോകന്റെ ഒക്കെ പേര് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർക്കുക. 1741 കുളച്ചൽ യുദ്ധം ഓർക്കുക. ധർമ്മരാജ ഞാൻ നേരത്തെ പറഞ്ഞു കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ വിശേഷണം കിഴവൻ രാജ, മാർത്താണ്ഡവർമ്മയുടെ വിജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ബാലരാമ ഭാരതം. അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയല്ലേ, അപ്പൊ ബാലരാമ ഭാരതം ഓർക്കാൻ. അദ്ദേഹം ധാരാളം ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. സുഭദ്രാഹരണം, രാജസൂയം, കല്യാണി സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവരം, ഗന്ധർവ വിജയം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആട്ടക്കഥകളായിട്ട് ഓർത്തു വെക്കുക. പിന്നെ സ്വാതി തിരുനാൾ, അത് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം, കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം. അപ്പൊ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നും കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, കേരളത്തിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിലെ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ ധർമ്മരാജയുടെയൊന്നും കാലഘട്ടമല്ല, മറിച്ച് അത് ആരുടേതാണ്? ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ്. ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ് എന്തറിയപ്പെടുന്നത്? കഥകളിയുടെ സുവർണ കാലഘട്ടം. എന്നാൽ സംഗീതത്തിന്റെ അല്ലെങ്കിൽ പൊതുവായ സുവർണ കാലഘട്ടം, കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ഇപ്പൊ ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിൽ രാജാവും രാജാവിൽ സംഗീതജ്ഞനും. ഇത് ചോദിച്ചിട്ടുണ്ട്. സംഗീതജ്ഞരിൽ രാജാവും രാജാവിൽ സംഗീതജ്ഞനും. ഈ ഗർഭശ്രീമാനും ദക്ഷിണഭോജനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാതി തിരുനാളിന്റെ വിശേഷണങ്ങളാണ്.
ഇദ്ദേഹത്തിന്റെ സദസ്സിൽ സംഗീതജ്ഞരുണ്ടായിരുന്നു. അവരുടെ പേരോർത്ത് വെച്ചവരുണ്ട്: ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നാണ് വൈകുണ്ഠ സ്വാമികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1837 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1837 അന്ന് ഈ കന്യാകുമാരി ജില്ലയൊക്കെ തിരുവിതാംകൂറിന്റെ കീഴിലാണ്. ഓക്കെ, എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? അദ്ദേഹം ബ്രിട്ടീഷുകാരെ വെണ്ണീജനെന്നും തിരുവിതാംകൂറിനെ കരുത്ത നീചരെന്നും വിളിക്കുന്നുണ്ട്. 1837 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സ്വാതി തിരുനാളിന്റെ കാലത്താണ്, ചോദിച്ചിട്ടുണ്ട്. ആ 37 എന്നുള്ള കൊല്ലം ഓർത്തു വെക്കാൻ 1836 വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം രൂപവൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ 1836 സമത്വ സമാജത്തിന്റെ തൊട്ടടുത്ത വർഷം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വൈകുണ്ഠ സ്വാമികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ള ചോദ്യമാണ്. അതിൽ ആത്മവിദ്യാസംഘം നമുക്കറിയാം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്, വൈകുണ്ഠ സ്വാമികളുടേതല്ല. വൈകുണ്ഠ സ്വാമികളുടേത് ഏതാണ്? സമത്വ സമാജമാണ് വൈകുണ്ഠ സ്വാമികളുടേത് എന്ന് പറയുന്നത്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ നിങ്ങൾ ഓർക്കേണ്ടത് സമത്വ സമാജമാണ്. 1836 ഓക്കെ, 1836 വർഷം. എന്നാൽ ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് അത് ആരുടേതാണ്? അത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ആ വർഷം എന്ന് പറയുന്നത് 1917. അരേ സമാജം കറക്റ്റ് ആണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ്. എന്നാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ ഇപ്പോ PRDS എന്നറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. ഇത് രണ്ടും കറക്റ്റാ. അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, കുമാരഗുരുദേവൻ. യോഗക്ഷേമ സഭ അയ്യങ്കാളിയല്ല. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഘടന 1907 ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘം. ഇതേ സമയം യോഗക്ഷേമ സഭ വരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരി അദ്ദേഹമാണ് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ തെറ്റായ ജോഡി 1ഉം 4ഉമാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ A ആണ് വരിക എന്ന് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള നവോത്ഥാനവും പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. അപ്പൊ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് 1836 വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജമാണ്. ഓർക്കുക, തൊട്ടടുത്ത വർഷം 1837 അദ്ദേഹം അറസ്റ്റിലാവുന്നുണ്ട് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ. 1907 തന്നെയാണ് നേരത്തെ പറഞ്ഞ സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതും അതുപോലെ തന്നെ അരയ സമാജം പണ്ഡിറ്റ് കറുപ്പന്റെയും നേതൃത്വത്തിൽ വരുന്നത്. ഓക്കെ, രണ്ടും 1907 നോക്കൂ, ഈ സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ദളിതരുടേതാണ്. എന്നാൽ സമൂഹത്തിൽ അന്ന് ഏറ്റവും ജാതി ശ്രേണിയിൽ അന്ന് ഉന്നതിയിൽ ഉണ്ടായിരുന്ന നമ്പൂതിരിമാരുടേത് തൊട്ടടുത്ത വർഷമാണ് 1908. 1903 SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ 3 വെച്ചിട്ട് നാരായണ എന്നുള്ള നായും ഈ 3ഉം കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1907 സാധുജന പരിപാലന സംഘം ദളിതരുടെ, തൊട്ടടുത്ത വർഷം നമ്പൂതിരിമാരുടെ, അന്ന് ജാതിയിൽ ഉയർന്ന ശ്രേണിയിലുള്ള നമ്പൂതിരിമാരുടെ എന്താണ്? യോഗക്ഷേമ സഭ. പ്രഥമ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. 1909 അപ്പൊ 1907 ഏതൊക്കെയുണ്ട്? അരയ സമാജമുണ്ട്, സാധുജന പരിപാലന സംഘമുണ്ട്. 1908 യോഗക്ഷേമ സഭയുണ്ട്. 1909 തൊട്ടടുത്ത വർഷം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. ഈ കുമാരഗുരുദേവന് മറ്റൊരു പേരും കൂടി ഉണ്ട്, പൊയ്കയിൽ അപ്പച്ചൻ. 2 അച്ഛന്മാരുണ്ട്, ശ്രദ്ധിക്കണം. പൊയ്കയിൽ അപ്പച്ചൻ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്നാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുണ്ട്. ചാവറയച്ചൻ അത് വേറെയാണ്. അതുമായി ബന്ധപ്പെട്ടത് പിടിയരി സമ്പ്രദായം, പള്ളിക്കൊപ്പം പള്ളിക്കൂടം, ഇതൊക്കെയാണ് ചാവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇത് പൊയ്കയിൽ അപ്പച്ചനാണ്. യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1914 നായർ സർവീസ് സൊസൈറ്റി, ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ. ആ ഡേറ്റ് ഓർത്തു വയ്ക്കാൻ, 14 ഓർത്തു വയ്ക്കാൻ. സാധുജന പരിപാലന സംഘം 7ന്റെ ഇരട്ടി 14 നായർ സർവീസ് സൊസൈറ്റി. ഇനി ഡേറ്റ് ഓർത്തു വയ്ക്കാൻ, മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ എന്ത് തുടങ്ങുന്നത്? വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത് നവംബർ 1 അതിന്റെ തൊട്ട മുന്നത്തെ ദിവസം ഏതാണ്? ഒക്ടോബർ 31. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ സഹോദര സംഘവും 1917
സഹോദരൻ അയ്യപ്പൻ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അങ്ങനെ ദശകം, ശതകം, പഞ്ചകം, നവകം എന്നൊക്കെ കേട്ടാൽ, നമ്പറുകൾ കേട്ടാൽ ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മോപദേശ ശതകം ആരുടേതല്ല, ചട്ടമ്പി സ്വാമികളുടേതല്ല. എന്നാൽ ആദിഭാഷയാണ്. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമതച്ഛേദനം, ഓക്കെ, ഇതെല്ലാം ആരുടേതാണ്? ഇത് വേദാധികാര നിരൂപണം, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഓർത്ത് വെക്കണം. ഒന്ന് വേദാധികാര നിരൂപണമുണ്ട്, പിന്നെ ഏതാണുള്ളത്? ആദിഭാഷ, പ്രാചീന മലയാളം, അതുപോലെ തന്നെ ക്രിസ്തുമതച്ഛേദനം, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ആരുടേതാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടേതാണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഉള്ളത് ആദിഭാഷ, പ്രാചീന മലയാളമാണ്. ഇനി അഖിലത്തിരുട്ട്, അഖിലത്തിരുട്ട് എന്ന് പറയുന്നത് അരുൾനൂൽ, ഇതൊക്കെ പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടേതാണ്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നൊക്കെ പറയുന്നത് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. അതുകൊണ്ട് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? 2 മാത്രമായിരിക്കും. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. യെസ്, 2 മാത്രമാണ് ഇവിടെ ഉത്തരം. സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദിക്ക് പോവാം. ഇപ്പൊ ശ്രീനാരായണ ഗുരു ഞാൻ നേരത്തെ പറഞ്ഞു ഏതെല്ലാം ഉണ്ട്. അത് മറ്റേ ആത്മോപദേശ ശതകമുണ്ട്, അതുപോലെ തന്നെ ദൈവ ശതകമുണ്ട്, മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ആത്മോപദേശ ശതകം, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് വയൽ കിട്ടുന്നില്ല. ഇനി 1888 അരുവിപ്പുറം പ്രതിഷ്ഠ അദ്ദേഹം നടത്തുന്നുണ്ട്. ഓക്കെ, 1888 ഒക്കെ നമ്മൾ ധാരാളം ഡിസ്കസ് ചെയ്താണ്. 1903 മെയ് 15 SNDP യോഗം. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമതച്ഛേദനം. വൈകുണ്ഠ സ്വാമികൾ ജനനം സ്വാമിത്വമാണ്. ഈ വൈകുണ്ഠ സ്വാമികളുടെ, ചട്ടമ്പി സ്വാമികളുടെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഓർത്തിരിക്കണം. അതൊക്കെ അതിന്റെ ഡേറ്റ് ഓർത്തിരിക്കണം. ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വൈകുണ്ഠ സ്വാമികൾ 1809 വൈകുണ്ഠ സ്വാമികൾ ഏതിലാണ്? 1809 വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത് എന്നാണ് 1809. ഓക്കെ, എവിടെയാ? സ്വാമിത്തോപ്പിലാണ്. എന്നാൽ ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂലയിലാണ്. 1853 ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ വരുന്നത് എവിടെയാണ്? 1853 എവിടെയാണ്? കണ്ണമ്മൂലയാണ്. അത് തിരുവനന്തപുരത്താണ് കണ്ണമ്മൂല. ശ്രീനാരായണ ഗുരു 1856 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തൊട്ട് മുന്നത്തെ വർഷം എന്ന് ഓർക്കുക. 1856. അതിന്റെ തൊട്ട് 3 വർഷം മുമ്പാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഏറ്റവും ആദ്യം 1809 വൈകുണ്ഠ സ്വാമികൾ. ആ 8-9 ഓർത്തിരിക്കുക. ഇനി 1856 ചെമ്പടംതീരാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം അവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് മറ്റൊരു പ്രത്യേകത, വാഗ്ഭടാനന്ദൻ ആ പേര് നൽകുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇങ്ങനെ പലതവണ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നു. അപ്പൊ തന്നെ നിങ്ങളുടെ ഉറക്കൽ നടക്കുന്നു. ഇതൊക്കെ തന്നെ PSCയിലെ ഹോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മിനിറ്റ്, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരാൻ ഇന്നിവിടെ ചെറിയൊരു പ്രയാസം നേരിടുന്നുണ്ട്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിക്കുന്നുണ്ട്, തിരുവിതാംകൂറുകാരെ കറുത്ത നീചൻ എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി 1837 അദ്ദേഹം അറസ്റ്റിലാവുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റാണ്. അപ്പൊ അത് ആൻസർ കറക്റ്റാണ്. സഹോദര സംഘം സ്ഥാപിച്ചു. സഹോദര സംഘം സഹോദരൻ അയ്യപ്പനാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. അപ്പൊ ഇതും തെറ്റാണ്. ഇത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. സ്വാമിത്വത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പൊ ഇവിടെ 1ഉം 4ഉമാണ് കറക്റ്റ്. അവിടെ വരുന്നത് 1ഉം 4ഉം, അതുമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് നടന്നപ്പോൾ അധ്യക്ഷം വഹിച്ചത് ആര്? നിങ്ങൾ ഓർക്കുക, മലബാറിൽ നടന്ന 5 സമ്മേളനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐക്യ കേരളം, കൂടാതെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി,
അതിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1921 മുതൽ അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് നടന്ന മലബാർ സമ്മേളനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. കൊല്ലങ്ങൾ 16 നടന്നു, 17 നടന്നു, 18 നടന്നു, 19 നടന്നു, 20 നടന്നു. സോ സിമ്പിൾ. അപ്പൊ 1920 വരെ. 1916 ഈ സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? മലബാർ ജില്ലാ സമ്മേളനം. മലബാർ ജില്ലാ സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആനി ബെസന്റ് ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1916 മലബാർ സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത്. തൊട്ടടുത്ത വർഷം 1917 ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആനി ബെസന്റ് ആണ്. 1917 അതിന്റെ തൊട്ട മുന്നത്തെ വർഷമാണ് എന്ത് നടക്കുന്നത്? മലബാർ കോൺഗ്രസിന്റെ സമ്മേളനം 1916 നടക്കുന്നു. അതിന്റെ അധ്യക്ഷത ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപവത്കരിക്കാൻ കാരണമായ 1921 ഒറ്റപ്പാലം സമ്മേളനം. ആ ഒറ്റപ്പാലം സമ്മേളനം പോലെ തന്നെ പാലക്കാട് വെച്ചാണ് 1916 നടക്കുന്നതിന്റെ അധ്യക്ഷത ആനി ബെസന്റ് ആണ്. രണ്ടാമത്തെ സമ്മേളനം 1917 കോഴിക്കോടാണ്. CP രാമസ്വാമി അയ്യരാണ്. പാലക്കാട് കഴിഞ്ഞാൽ കോഴിക്കോടെത്തി. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരിക്ക് എത്തി. തലശ്ശേരി ബിരിയാണി എന്ന് ഓർക്കുക. തലശ്ശേരി ബിരിയാണി ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിംസ് ആണ് ബിരിയാണി വെക്കുക. ഗംഭീരാണ്. ഓക്കെ, ആ ബിരിയാണി കഴിക്കാൻ. ഇപ്പൊ ഞങ്ങൾ കല്യാണം ഒന്നും ഒഴിവാക്കില്ല. ആസിം അലിഖാൻ. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, വെച്ചിട്ടുള്ള ഒരു മുസ്ലിം പേര് ഓർക്കുക. ആസിം അലിഖാൻ ആണ്. തലശ്ശേരി ബിരിയാണിയാണ്. മൂന്നാം സമ്മേളനം ഓർക്കുക 1918. ഇനി 19 4ാം സമ്മേളനം വരുന്നുണ്ട്, വടകര. നിങ്ങൾ ഓർക്കേണ്ടത് 1931 വടകര വീണ്ടും സമ്മേളനം നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ സെൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. എന്നാൽ ഇവിടെ കെ പി ദാമോദര മേനോനാണ്. അല്ല, കെ പി രാമൻ മേനോനാണ് ഇവിടെ 1919 നടന്ന മലബാർ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഇനി മഞ്ചേരിയിൽ സമ്മേളനം നടക്കുന്നുണ്ട് 1920. 1920 മഞ്ചേരി സമ്മേളനം നടക്കുന്നുണ്ട്. ആ മഞ്ചേരി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? അത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണ് എന്നോർക്കുക. യെസ്. ഇനി പയ്യന്നൂർ സമ്മേളനം കൂടി ഓർത്തു വെക്കണം. നിരന്തരം ആവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. 1928 ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? KP കേശവ മേനോൻ, മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ, മൊയ്തു മൗലവി, മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി, മുഹമ്മദ് അബ്ദുറഹിമാൻ. നിങ്ങൾ ഓർക്കുക, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയുന്നത് ആരാണ്? ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ്. കെ മാധവൻ നായർ, MP നാരായണ മേനോൻ. ഇവരൊക്കെ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കുന്നുണ്ട്. കാരണം അത് വീണ്ടും വീണ്ടും ചോദ്യം വരികയാണ്. ഇത് കെയർടേക്കറിലാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? AK ഗോപാലനാണ്. യാചനാ യാത്ര അത് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. മദ്രാസിലേക്കുള്ള പട്ടിണി ജാഥ AK ഗോപാലൻ. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. നിരന്തരം ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചരിത്രം തിരുത്തിയ ഐതിഹാസിക ജാഥകളിൽ ഒന്നാണ് ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെ ഒരു ജാഥ നടത്തി. അത് നയിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കോഴിക്കോട് ഉപ്പ് കുറുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. എന്നാൽ പയ്യന്നൂരിൽ ഉപ്പ് കുറുക്കലിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഇത് പയ്യന്നൂരിൽ നിന്നും എവിടേക്ക് നടന്ന ജാഥയാണ്? കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ജാഥയാണ്. 1900 ഏപ്രിൽ 23 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. എന്നാൽ പൊതുവായി പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. ഇദ്ദേഹം അബ്ദുറഹിമാൻ സാഹിബ് എന്ത് ചെയ്തത്? ഉപ്പു സത്യാഗ്രഹം നടത്തിയത് കോഴിക്കോടാണ് എന്നോർക്കുക. ഇനി അടുത്തത് മറ്റൊരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എല്ലാറ്റിലും കാണുന്ന സ്ഥിരം ചോദ്യം മാറ്റുന്നു. പട്ടിണി ജാഥ. പട്ടിണി ജാഥ എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ്. AKG ആണ് നയിക്കുന്നത്. ആകെ 32 പേരാണ് പങ്കെടുക്കുന്നത്. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന് മുന്നിൽ. അന്ന് മലബാർ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണല്ലോ. ഈ ജാഥകൾക്ക് നേതൃത്വം നൽകിയ, സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭനെ, K കേളപ്പനെ കുറിച്ചൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ആരെന്ന് പറയുന്നത്? K കേളപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ K കേളപ്പൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 31 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ്. അവിടെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ് കേട്ടോ.
ഇത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായിട്ടാണ് കെ കേളപ്പൻ വരുന്നത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ ടി കെ മാധവനാണ് അവിടുത്തെ നേതാവ്. ഐക്യ കേരള സമ്മേളനം 1947 നടക്കുമ്പോൾ അതിന് അധ്യക്ഷത വഹിച്ചതും ആരാണ്? കെ കേളപ്പനാണ്. അപ്പൊ കേരള ഗാന്ധിയാണ്. 30 ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂരിൽ നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ ഐക്യ കേരള സമ്മേളനം 1947, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വവും ആർക്ക് തന്നെയായിരുന്നു? കെ കേളപ്പന് തന്നെയായിരുന്നു. മന്നപ്പൻ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ 1914 നായർ സർവീസ് സൊസൈറ്റി രൂപവൽക്കരിച്ച ആളാണ്. വൈക്കം സവർണ ജാഥ 1924 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. വിമോചന സമരം 1959 നേതൃത്വം നൽകി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പഠിച്ചതാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക കുറച്ചു കാലമായി നമ്മൾ പറഞ്ഞിട്ടല്ലേ, നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതാണ് നമ്മൾ ഈ വർഷം. പക്ഷേ ഈ ചോദ്യത വീണ്ടും വന്നിരിക്കുന്നു. അവിടെ മലയാള ചരിത്രത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനിയാണ്. ഏതാണ്? വിദ്യാവിലാസിനി. ഭാഷാഭൂഷണി മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഗ്രന്ഥാലോകം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ എന്താണ് പ്രസിദ്ധീകരണമാണ്. രാജസമാചാരം കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് അല്ലെ. അപ്പോ വിദ്യാവിലാസിനി നന്നെത്താൻ നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തും. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് പറയുന്നത് ഈ രാജസമാചാരവും പശ്ചിമോദയമൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ് കേട്ടോ. അത് ഹെർമൻ ഗുണ്ടറ്റ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ഏതെന്ന് പറയുന്നത് തലശ്ശേരിയിൽ നിന്നും ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പശ്ചിമോദയം. ഇനി മംഗളോദയം ഓപ്ഷനിലുണ്ട്. മംഗളോദയം സ്ഥാപിക്കുന്നത് അപ്പൻ തമ്പുരാനാണ്. പക്ഷെ പിന്നീട് ഈ മംഗളോദയം കമ്പനിയെ 1920 യോഗക്ഷേമം ഏറ്റെടുക്കുന്നുണ്ട്. അധ്യാത്മരാമായണം, കൃഷ്ണഗാഥ, കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകൾ, ഇതൊക്കെ തന്നെ തുള്ളൽ പാട്ടുകൾ, നാടൻ പാട്ടുകളൊക്കെ മംഗളോദയം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയാണ് അൽ ഇസ്ലാം. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. എന്നാൽ അതിന്റെ പ്രശസ്തരായ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ നാട് കടത്തിയതൊക്കെയാണ്. വിദ്യാവിലാസിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. ഗ്രന്ഥാലോകം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖപത്രമാണ്. സഹോദരൻ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ മട്ടാഞ്ചേരിയിൽ ആരംഭിച്ച മാസികയാണ് സഹോദരൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. അപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചേരുക. ടെലിഗ്രാം ചാനലിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ PDF, അതുപോലെ തന്നെ ഇതിന്റെ ഡെയിലി ലേണിംഗ് പ്ലാൻ, ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ എക്സാം എല്ലാം ഒരൊറ്റ സ്ഥലത്ത് ലഭിക്കും, തികച്ചും സൗജന്യമായിട്ട്. ഓക്കെ. അപ്പൊ ടെലിഗ്രാം ചാനൽ ഡെയിലി മാത്സ്, ഡെയിലി CA, ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ അവിടെ കിട്ടും നിങ്ങൾക്ക്. അതാണ് ഒരു കാര്യം. പിന്നെ ഡെയിലി വീഡിയോ ക്ലാസ്സുകൾ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ടോപ്പിക് തന്ന് അതിന്റെ നോട്ടും തന്ന് അതിന്റെ എക്സാമും തന്ന് അതിന്റെ PDF തന്ന് നിങ്ങൾക്ക് എക്സാം പലതവണ ചെയ്യാൻ നിങ്ങളുടെ ലീഡർ ബോർഡ് റാങ്കിൽ കാണാം. ഇതുകൂടാതെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് PSC കോഴ്സ് ഉണ്ട്. അത് 2027 LDC LGS വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ചേരുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് 8075963937 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും അതുവരെ വണക്കം.